ഞാൻ അടിയിൽ നോക്കിയപ്പോൾ കിട്ടിയൊരു ലോലിപോപ്പാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള പപ്പ പോയിപ്പോൾ ഞാൻ കുറേ ക്യാൻഡീസൊക്കെ വാങ്ങിച്ച് പപ്പ എന്തുകൊണ്ട് കാട്ടിയെന്നറിയോ, അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഒരു മുട്ടായി പൊട്ടിച്ചിട്ട് എൻ്റെ ഉണ്ണിക്ക് കൊടുത്തു. അപ്പോഴാണ് ഞാൻ ഗിൻഡർ ജോയ് കണ്ടത്. അപ്പം ഞാൻ ഓടിപ്പോയി ഗിൻഡർ ജോയ് കാണിക്കട്ടെ ചോദിച്ചപ്പോൾ ഗിൻഡർ ജോയ് ഒരെണ്ണം എടുത്താൽ മതി എന്നാണ്. അപ്പം ഞാൻ 10 എടുക്കുന്നതാണ്. പപ്പ കുട്ടിക്ക് ചോക്ലേറ്റ് പൊട്ടിച്ച് കൊടുക്കണ കണ്ട ഉണ്ണിക്ക് ചോക്ലേറ്റ് കൊടുത്തിട്ട് ഉണ്ണി ആകെ കയ്യിലൊക്കെ വാടിച്ച്. എനിക്ക് കാലിടുന്നപ്പോ ട്രോളിയിൽ ഇരുത്തിക്കോന്ന് പറഞ്ഞ്. അപ്പൊ എനിക്ക് വീഡിയോ പിടിക്കുന്നുണ്ടപ്പോ നാണക്കേടായി. അപ്പൊ ഞാൻ ഓയിലെടുത്ത് മുഖത്ത് വെച്ചു. എന്നിട്ടൊക്കെ പറക്കി തിന്നുണ്ട്. പപ്പയാണ് എൻ്റെ ഒന്നിട. പിന്നെ പപ്പ എന്തെങ്കിലും അതിനുള്ളിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊടുത്താൽ അപ്പതായിട്ട് കളയും. അപ്പം വേറെ ആളെങ്കിൽ അവർ ചെയ്യുന്നെന്ന് വിചാരിച്ചിട്ട് അവരെടുത്തോണ്ട്. ഡോണറ്റിനൊക്കെ നല്ല ഓഫറുണ്ട്. പിന്നെ ഇതൊക്കെ വാങ്ങിച്ച് പപ്പ ഡേറ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ നിന്നു. ഞാനും ദീദിയും സിയൊക്കെ കോഫിയൊക്കെ കുടിക്കാൻ പോയി. ബലിക്കേക്കും ചോദിച്ച് കുറേ സാധനം വാങ്ങിക്കാനാണ്. അപ്പം അവർ അതിന് വേണ്ടി പോയി. ഞങ്ങൾ വേറെ വഴി, അവർ വേറെ വഴി. ഞങ്ങൾ കുറേ നടന്ന് നോക്കിയപ്പോഴാണ് അവിടെ ഒരു മരം കണ്ടത്. ഞാൻ അടുത്ത് ചോദിക്കാണ് എനിക്ക് ആ മരത്തിൽ കയറാൻ പറ്റുമെന്ന്. അപ്പോൾ അവൻ പറയും കയറാൻ പറ്റും. അപ്പോൾ അവൻ ക്യാമറ ഉണ്ടായോ പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കയറിയൊക്കെ നോക്കി, എന്നാലും പറ്റില്ല. വലിയാണ് ഈത്തപ്പഴ. അത് കഴിഞ്ഞിട്ട് എന്നെ തീയെ ഉന്തിട്ട് എങ്ങോട്ടൊക്കെ കൊണ്ടു. ഞാൻ പേടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടപ്പോൾ കുറച്ച് അതിന് എനിക്ക് പറ്റാത്തതുകൊണ്ട് ഇത്തിരി പിന്നെ അതിലിരുന്ന് പിന്നെ ഞങ്ങൾ അങ്ങനെ കളിച്ചു. കുറേ സ്ലേറ്റൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു.
ഐറ്റംസ് കുറേ ഉണ്ടാന്ന്. അപ്പം ഞാൻ അതൊക്കെ സ്കൂൾ ബസ്സിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കളിച്ച്. അവിടെ എനിക്ക് ഇഷ്ടമുള്ള ടോയ്സ് ഒക്കെ കണ്ട്, പിന്നെ കറങ്ങണ സാധനമൊക്കെ കണ്ടപ്പോൾ അത് വാങ്ങിച്ചതൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാകും. ഇയാൾക്ക് തോക്ക് വേണമെന്ന് പറഞ്ഞിട്ട് തോക്കെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. ഇത് കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ കുറേ ടോയ്സ് ഉണ്ട്. ഞാൻ അവിടെ കുറേ ടോയ്സ് എടുത്ത് കളിച്ചു. ഞാനിങ്ങനെ കളിച്ചു. ചൂച്ചിന് പപ്പ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ കുട്ടികൾ വന്നിട്ട്
സബ്സ്ക്രൈബ് ചെയ്യണേ, എനിക്കും ലൈക്കും തന്നെ. ഈ വീഡിയോ കുഞ്ഞിക്കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ പപ്പന്മാരെടുത്ത് പറയണം ഇങ്ങോട്ട് പോവാൻ. അവർക്കൊക്കെ പറ്റിയ നല്ല ഡ്രസ്സുകളുണ്ട് ഇവിടെ നല്ല സെൻഷൻ ഉണ്ട് കേട്ടോ. ജയിലിലൊരാളെ പെട്ട ഞാൻ അങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ കിലുക്കി എന്നല്ല. ഞാൻ ഇയാളെ കുറേ രക്ഷിക്കാൻ നോക്കി, നടന്നില്ല ഗായ്സ്. ഇങ്ങോട്ടും കോടുണ്ടാന്ന്. ഈ പാൻറ് എനിക്ക് പറ്റുമോ നോക്കുന്നതാട്ടാ, പറ്റില്ല. എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഇത്രയും കൂടി വലുതാവണ്ടേ എനിക്ക്. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് വീണ്ടും അയാളുടെ അടുത്ത് പോയി വീണ്ടും രക്ഷിക്കാൻ പോയി. പിന്നെ അതിലില്ല മറ്റുള്ള ലൈറ്റൊന്നും ഇങ്ങനെ കിലുക്കി. ഞാൻ വേറെ സ്ഥലത്തേക്ക് ഓടി. അപ്പം ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടാന്ന്. അയാളുടെ അടുത്ത് എന്നെ കയറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കണ്ടാന്ന്. ഞങ്ങൾ അയാളടുത്ത് നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്, നല്ല ഭംഗിയിലെ ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ഞാൻ അതിക്കാണ് കയറി. എന്നിട്ട് ഞാൻ എൻ്റെ പപ്പയുടെ ഉമ്മച്ചീനെ അയച്ച് പോകണ പോലെ പിന്നെ കുറേ ഫോട്ടോ എടുത്ത്. പിന്നെ ചൂച്ചൂലേക്ക് പോയി ചൂച്ചുവിനെ കാണണം. ചൂച്ചുവിനൊരു കുട്ടയിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ ഞാൻ പോവുന്നുണ്ട്. ബലിക്ക് ഇരുത്തിയിട്ടൊന്നും കൊണ്ടുപോകണമെന്ന് അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ചൂച്ചുക്ക് പറ്റിയ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നടന്ന് നോക്കുന്നുണ്ടാന്ന്. പിന്നെ കുറേ നടന്ന് നോക്കി. പിന്നെ ഞാൻ കുറേ കണ്ണാടൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കി. പപ്പ പറഞ്ഞ് നല്ല ഭംഗിയില്ല കണ്ണാടി എടുത്ത് സെലക്ട് ചെയ്യാൻ. അപ്പം പപ്പ അടുത്തോടെ കണ്ണാടി എടുത്ത് പപ്പ ഭംഗിൻ്റെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.